സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവർക്കും അനുഗ്രഹമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒന്നിനും സമാനതകളില്ല. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ കാലത്ത് സംഭവിക്കുന്നത്. മനുഷ്യർ സമാധാനമില്ലാത്ത ജീവിതം നയിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരായി ചെയ്തിരുന്നു. എന്നാൽ ഈ കാലത്ത് അങ്ങനെയല്ല. മാതാപിതാക്കൾ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ജീവിക്കാൻ ആരംഭിച്ചിട്ടുള്ള 10-12 വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കൾ എത്ര ഭയാനകമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ സമാധാനമില്ലായ്മയും അതുപോലെ തന്നെ സന്തോഷമില്ലായ്മയും ജീവിതത്തിലെ നൈരാശ്യം ബാധിക്കുന്നതും ഒക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവവചനം 2 കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒന്ന്, 53-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. നോക്ക്, 2 കാര്യങ്ങളാണ് ഈ സങ്കീർത്തന ഭാഗത്തൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ദൈവമില്ല എന്ന് പറയുന്നതായ ജനങ്ങൾ, അവർ വിശ്വസിക്കുന്നത് ദൈവമില്ല, കാണുന്ന കാര്യങ്ങളാണ് സത്യം, കാണാത്തതൊന്നും സത്യമല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഈ കാണുന്നതിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇതിനപ്പുറത്തുള്ളൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് സാധ്യമല്ല. ബൈബിൾ പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണിത്. ദൈവവചനം നമ്മോട് പറയുന്നത് ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യമായിട്ടുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നതായ കാര്യം അങ്ങനെയാണ്. കാണാത്തത് നിത്യം, ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്. ഇതെല്ലാം വെന്തഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ കാണാത്തതായ ഒരു വലിയ നിത്യത നമുക്കുണ്ട്. അതാണ് സത്യമായിട്ടുള്ളത്. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അവരുടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ സങ്കേതങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതേവരെ അതൊന്നും തെളിയിച്ചെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കുക. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി വന്നതാണെന്ന് പറയുന്നു. എന്നാൽ ഈ കാലത്ത് എന്തുകൊണ്ടാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകാത്തത്? അതേപോലെ തന്നെ ക്രോമസോം സംഖ്യ സൂചിപ്പിക്കുന്നത് അങ്ങനെ എളുപ്പത്തിലൊന്നും ഒരു കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ഒരു മ്യൂട്ടേഷനിലൂടെ ഒരു മനുഷ്യജീവി ഉണ്ടായി വരാത്തത്? സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് സകലവും ഇങ്ങനെ ഉളവായിരിക്കുന്നതെന്നും ദൈവവചനം അനിഷേധ്യമായ തെളിവുകളിലൂടെ നമ്മോട് അറിയിക്കുകയാണ്. അത് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അവരാണ് വാസ്തവത്തിലുള്ള ബുദ്ധിമാന്മാർ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, 50-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. ഇവിടെ ദൈവത്തെ മറക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ അവർ ദൈവമുണ്ടെന്നൊക്കെ അറിവുള്ളവരായിരിക്കാം, എന്നാൽ അവർ സൗകര്യപ്രദമായി ദൈവത്തെ മറന്നു കളയുന്നു. ദൈവം ഒന്നും കാണുന്നില്ല എന്നും കേൾക്കുന്നില്ല എന്നും അറിയുന്നില്ല എന്നുമാണ് അവരുടെ വിചാരം. അതുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെയൊക്കെ അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: വലിയവനായ ഒരു ദൈവമുണ്ട്, ആ ദൈവം സകലവും അറിയുന്നവനാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നമ്മുടെ നടപ്പും കിടപ്പും അവിടുന്ന് ശോധന ചെയ്യുന്നു. നാം എവിടെയെല്ലാം ആയിരുന്നാലും അതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇത് അറിയാമായിരുന്നിട്ടും സൗകര്യപ്രദമായി മറന്നിട്ട് തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്ന ആളുകളെ നാം കാണുകയാണ്. എന്നാൽ ദൈവവചനം പറയുന്നു, സകലത്തെയും ചമച്ച ഏക സത്യ ദൈവം, ആ ദൈവമാണ് സകലത്തിൻ്റെയും മുഖാന്തരം, സകലത്തെയും നിയന്ത്രിക്കുന്നതും അവിടുന്നാണ്. ആ വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാനുള്ള ഏക പോംവഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് വന്നു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം സകല മനുഷ്യവർഗത്തിനും വേണ്ടി ചൊരിഞ്ഞു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് ദൈവം ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നു. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നിത്യത മുഴുവനും കർത്താവിനോട് ചേർന്ന് വാസം ചെയ്യുവാൻ അവർക്ക് അനുവാദമുണ്ട്. ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ താങ്കൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ അതിന് ദൈവം ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്രദമാകട്ടെ. ആമേൻ. തേടി വന്ന് വീണ്ടെടുത്ത ദൈവസ്നേഹത്തിൻ ശ്രേഷ്ഠ ശബ്ദം ഓരോ ദിനവും കേൾക്കുവാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.
പാപമാം ചേറ്റിൽ ഞാൻ വീണു കിടന്ന നാൾ, പാപമാം ചേറ്റിൽ ഞാൻ വീണു കിടന്ന നാൾ, ഏറ്റവും കരുണയാലേറ്റി എന്നെ പാറമേ നിർത്തിയനന്തരം നൽകി സ്തോത്രഗീതവും, നിർത്തിയനന്തരം നൽകി സ്തോത്രഗീതവും. അനാദി നിർണയപ്രകാരമായി എന്നെയും വീണ്ടെടുത്ത മന്നവാ വന്ദനം. അനാദി നിർണയപ്രകാരമായി എന്നെയും വീണ്ടെടുത്ത മന്നവാ വന്ദനം.